ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. മിസ്രൈമിന്റെ പശ്ചാത്തലം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഫറവോ എന്ന് പറയുന്ന രാജാവ് അവിടെ ഭരണം നടത്തി വന്നിരുന്നു. എന്നാൽ ഒരിക്കൽ ഫറവോ രാജാവ് ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന്റെ അർത്ഥമറിയാതെ വിഷമിക്കുകയും ചെയ്തപ്പോൾ യോസെഫ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ ആ സ്വപ്നത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത 7 വർഷം വലിയ സമൃദ്ധി ഈ രാജ്യത്തുണ്ടാകും, അതിനുശേഷം 7 വർഷം കൊടിയ ക്ഷാമം ഈ ദേശത്ത് ഉണ്ടാകുമെന്ന് അദ്ദേഹം ദീർഘദർശനമായിട്ട് ആ സ്വപ്നത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് പ്രകാരം അദ്ദേഹം, അതായത് ഈ ഫറവോ രാജാവ് തന്നെ യോസെഫിനെ മിസ്രൈമിന് രണ്ടാമനാക്കി തീർക്കുകയും മിസ്രൈമിൽ യോസെഫ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആദ്യത്തെ 7 വർഷം ഭയങ്കരമായ സമൃദ്ധി ഉണ്ടാവുകയും അവരതെല്ലാം നിക്ഷേപിച്ചു വെക്കുകയും അടുത്ത 7 വർഷത്തിലേക്ക് ക്ഷാമത്തിലേക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്തു. അത് നിമിത്തം യോസെഫിനും അവന്റെ തലമുറകൾക്കും അവന്റെ കുടുംബങ്ങൾക്കും എല്ലാം വലിയ ഒരു അഭിവൃദ്ധി ആ രാജ്യത്തുണ്ടായി. കാരണം ആ രാജ്യത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു യോസെഫ്. അനവധി കഷ്ടങ്ങളിലൂടെ കടന്നു വന്ന ആ ദൈവദാസനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അനേക മിഷണറിമാരും അനേക സന്യാസിനിമാരും വന്ന് അനേക പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തി അനേക വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ ചെന്ന് സുവിശേഷത്തെ അറിയിച്ച് അവർ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മാറ്റി അവർക്ക് പലവിധ രോഗങ്ങളാലും പലവിധ കഷ്ടങ്ങളാലും ഞെരുക്കങ്ങളാലും കഷ്ടപ്പെട്ടിരുന്ന അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഒത്തിരി പ്രയത്നിച്ച അനേക സന്യാസിവരന്മാരും അനേക സന്യാസിനികളും നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് ഇന്ന് മതപരിവർത്തനത്തെക്കുറിച്ചും മതപ്രചരണമൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് ഇവിടെ അനേക ആളുകൾ കടന്ന് ഒരു തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മതപരിവർത്തനത്തെക്കുറിച്ച് കോടതി എന്താണ് പറയുന്നത്, നമുക്ക് അത് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യം മതപരിവർത്തനം നിരോധിക്കപ്പെട്ട ഒരു രാജ്യമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഓരോ പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ള അവകാശം ഒരു മൗലിക അവകാശമായി നൽകുന്നു. ഇത് മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെയും മതപരമായ കാര്യങ്ങൾ സ്വതന്ത്രമായി പിന്തുടരാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശങ്ങളെയും സംരക്ഷിക്കുന്നു. ഇന്ന് മത നിരോധനം നടപ്പാക്കിയ ചില രാജ്യങ്ങളിൽ ചെയ്യുന്നത് മാതിരി ഇവിടെയുള്ള ചില ആളുകൾ മതം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യ സുവിശേഷത്തെ, വെളിച്ചത്തെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ ഉപദ്രവിക്കുവാനും ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കുന്നത് നമ്മൾ അനേകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ കോടതി പറയുന്ന ഒരു കാര്യം, എങ്കിലും ഈ അവകാശം പരിധികളില്ലാത്തതല്ല. പൊതുസമാധാനം, സദാചാരം, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമായി മാത്രമേ ഈ അവകാശം ഉപയോഗിക്കാൻ കഴിയൂ എന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് കോടതികൾ ചില പ്രധാന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1. നിർബന്ധിത മതപരിവർത്തനമല്ല പ്രചാരണം. പ്രചാരണം എന്ന വാക്കിന്റെ അർത്ഥം ഒരു വ്യക്തിക്ക് തന്റെ മതവിശ്വാസങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും ആ മതത്തിലേക്ക് അവരെ ആകർഷിക്കാനും കഴിയുമെന്നാണ്. എന്നാൽ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ കബളിപ്പിച്ചോ അല്ലെങ്കിൽ അനാവശ്യമായ സ്വാധീനം ചെലുത്തിയോ ഒരാളെ മതം മാറ്റാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നില്ല. നിർബന്ധിത മതപരിവർത്തനം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മതപ്രചാരണത്തിനുള്ള പരിധികൾ. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇത് സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കുന്ന തരത്തിലോ പൊതുജന ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലോ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനോ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങൾ നടത്തുന്നത് ഈ അവകാശത്തിന് കീഴിൽ വരില്ല. ഇവിടെ സുവിശേഷം അറിയിക്കുന്ന ആളുകൾ ആരെയും പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ മതം പ്രചരിപ്പിക്കുന്നില്ല. അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. വളരെ കൊടും പാപത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ അവർക്ക് സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഇന്ത്യയുടെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുവാനുള്ള വഴിയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ വെളിച്ചത്തെ വെളിച്ചം കൊണ്ട് നേരിടുന്നതിന് പകരം വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് നേരിടുവാനാണ് ഇന്ന് അനേക ആളുകളും ശ്രമിക്കുന്നത്. ഇവിടെ കോടതി പറയുന്നത്, ചുരുക്കത്തിൽ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണെങ്കിലും അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിക്കാനോ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ കോടതികളുടെ നിലപാട് എപ്പോഴും വ്യക്തമാണ്. ഒരാളുടെ മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളെ നിർബന്ധിതമായി മതം മാറ്റാനുള്ള അവകാശമല്ല. അപ്പൊ ഇവിടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം കോടതി തന്നിട്ടുണ്ട്. എന്നാൽ അത് വിദ്വേഷം പടർത്തുവാനോ കലാപം ഉണ്ടാക്കുവാനുള്ളതല്ല. ഇവിടെ ഏത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് കലാപം ഉണ്ടാക്കുന്നത്? അവർ മതം പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ അവരെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കണം, ഇവിടെ വന്ന മിഷണറിമാരെ എത്രയോ ഗുണകരമായ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു. അതെല്ലാം സിമ്പിളായിട്ട് അങ്ങ് മറന്നു കളയാനായിട്ട് നമുക്ക് സാധിക്കുമോ? എത്രയോ
സന്യാസിനിമാർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത്, മദർ തെരേസ എന്ന് പറയുന്ന ആ സഹോദരി, ആ സന്യാസിനി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തതൊക്കെ നമുക്ക് മറന്നു കളയാനായിട്ട് സാധിക്കുമോ? എത്ര പെട്ടെന്നാണ് അതെല്ലാം മനുഷ്യൻ മറന്നു കളയുന്നത്. യോസഫിനെ അറിയാത്ത ഒരു ഫറവോ രാജാവും ഇസ്രായേലിൽ ഉണ്ടായി എന്ന് പറയുന്നത് പോലെ മദർ തെരേസയും അവരുടെ സന്യാസ സമൂഹത്തെയും അറിയാത്ത ആളുകളാണ് ഇന്ന് ജനത്തെ കഷ്ടപ്പെടുത്തുന്നതും ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നതും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പാവപ്പെട്ടവരുടെയും നിരാലംബരുടെയും ജീവിതം മെച്ചപ്പെടുന്നതിനായി സ്വയം സമർപ്പിച്ച ഒരു കത്തോലിക്ക സന്യാസിനിയാണ് മദർ തെരേസ. യഥാർത്ഥ പേര് ആഗ്നസ് ഗോൺസ്കെ ബോജാക്സിയു എന്നായിരുന്നു. അവർ 1910 മാസഡോണിയയിൽ ജനിച്ചു. പിന്നീട് ഇന്ത്യയെ തന്റെ പ്രവർത്തന കേന്ദ്രമാക്കി. മിഷണറീസ് ഓഫ് ചാരിറ്റി 1950 കൊൽക്കത്തയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹത്തിന് അവർ രൂപം നൽകി. ഏറ്റവും ദരിദ്രരെ സഹായിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. നിർമ്മൽ ഹൃദയ മരിക്കുന്നതിന് മുൻപ് അനാഥർക്കും രോഗികൾക്കും ശാന്തമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിനായി കൊൽക്കത്തയിൽ സ്ഥാപിച്ച ആശ്രയ കേന്ദ്രമാണിത്. കുഷ്ഠരോഗികളെ സഹായിച്ചു. കുഷ്ഠരോഗത്തെക്കുറിച്ച് ആളുകൾ ഭയപ്പെട്ടിരുന്ന കാലത്ത് പോലും അവരെ ശുശ്രൂഷിക്കുകയും അവർക്കായി പ്രത്യേക ഭവനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. മദർ തെരേസയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഭിന്നശേഷിക്കാർക്കായുള്ള കേന്ദ്രങ്ങൾ, എയ്ഡ്സ് രോഗികൾക്കുള്ള പരിചരണ കേന്ദ്രങ്ങൾ എന്നിവ ആരംഭിച്ചു. ഇതെല്ലാം അനേക പുരസ്കാരങ്ങൾ വരെ ലഭിക്കുന്നതിന് കാരണമായി തീർന്നുണ്ട്. 1979 സമാധാനത്തിനായുള്ള നോബൽ സമ്മാനം. ഇവിടെ സമാധാനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ക്രിസ്ത്യൻ മിഷണറിമാരും സന്യാസിനി സമൂഹങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കലാപത്തിലേക്ക് നയിക്കുന്ന, കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മതപ്രചരണവും ഇവിടെ നടക്കുന്നില്ല. എന്നാൽ സമാധാനത്തോടെ പ്രവർത്തിക്കുന്ന സന്യാസിനിമാരെയും മിഷണറിമാരെയും സുവിശേഷകന്മാരെയും പാസ്റ്റർമാരെയും ആക്രമിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ബാധ്യതയായിട്ട് ചില ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. 1980 ഭാരതരത്ന, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായി ഭാരതരത്ന നൽകി രാജ്യം അവരെ ആദരിച്ചു. 1962 പത്മശ്രീ മദർ തെരേസ 1997 അവർ അന്തരിച്ചു. ഇത്രയും രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയ ആ സഹോദരിമാരെ മറക്കുവാനായിട്ട് എളുപ്പം കഴിയുമോ? ഈ രാജ്യം എങ്ങനെയായിരുന്നു ഒരു 100 വർഷം മുമ്പ് കിടന്നിരുന്നത്? ഈ രാജ്യത്തെ എത്രയോ മിഷണറിമാർ വന്ന് വിദ്യാഭ്യാസം നൽകി, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സാമൂഹ്യ സേവനങ്ങൾ നൽകി അവരെ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം അത് മറന്നു പോകരുത്. ഇവിടെ മിസ്രൈമിൽ യോസഫിനെ അറിയാത്ത ഒരു ഫറവോ രാജാവ് ഉണ്ടായി എന്ന് പറയുന്നത് പോലെ മദർ തെരേസമാരെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും അറിയാത്ത ഒരു സമൂഹത്തിലെ ഒരു തലമുറയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മതം പ്രചരിപ്പിക്കുവാൻ നമുക്ക് ഗവൺമെന്റ് തന്നെ, കോടതി തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. അത് നിങ്ങളാരും മറന്നു കളയേണ്ട. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഓരോ പൗരനും ഉണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് മതപ്രവർത്തനം നിരോധിക്കപ്പെട്ട ഒരു രാജ്യമല്ല. എന്നാൽ തീരുമാനം എടുക്കേണ്ടത് വ്യക്തിപരമായിട്ടാണ്. ആരെയും നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ പണം കൊടുത്തോ ആരെയും മതം മാറ്റുവാനായിട്ട് സാധ്യമല്ല. അത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം കോടതി നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 25 വ്യക്തമാക്കിയിട്ട് അത് നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഇന്ന് അനേകരും ഇതൊന്നും കളഞ്ഞുകൊണ്ട് വെറുതെ നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾ സാധുക്കളെ, അവരുടെ അശരണരായി കിടക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കൂ, അവരെ ഏറ്റെടുത്ത് നിങ്ങൾ സമൂഹത്തിന് മാതൃക കാണിക്കൂ. നിങ്ങൾ അത് ചെയ്യുന്ന ആളുകൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഞാൻ തന്നെ ഇത് പ്രസംഗിക്കുമ്പോൾ വെറുതെ അങ്ങ് പറയുകയൊന്നുമല്ല. ഈ പോണ്ടിച്ചേരി, തമിഴ്നാട്ടിൽ തന്നെ അനേക ആളുകൾ റോട്ടിൽ വീണ് കിടന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ദിവസങ്ങളോളം മഴയും മഞ്ഞും കൊണ്ട് കിടന്ന ആളുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് പോലീസുകാരുടെ സഹായത്തോടെ പല ഓർഫനേജുകളിലും കൊണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം? ഇതിന്റെയൊക്കെ പിന്നിലെ ഏക കാരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാണ്. ആരും വിദേശ ഫണ്ട് തന്നിട്ടൊന്നുമല്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വെറുതെ സുവിശേഷം അറിയിക്കുന്ന മിഷണറിമാരെയും പാസ്റ്റർമാരെയും ഉപദ്രവിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ മാതൃക കാണിക്കൂ. നിങ്ങൾ ഇങ്ങനെയുള്ള സാധുക്കളെ സഹായിക്കൂ, അവർക്ക് നല്ല വിദ്യാഭ്യാസങ്ങളെ കൊടുക്കൂ. നിങ്ങൾ മതവിദ്വേഷം കലർത്തി മനുഷ്യരെ ഉപദ്രവിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ. വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുക, അവരെ സഹായിക്കുക. മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അനേക കുടുംബങ്ങളിൽ. അങ്ങനെ മക്കൾ തള്ളിക്കളഞ്ഞ മാതാപിതാക്കളെ നിങ്ങൾ എടുത്തുകൊണ്ടുപോയി സംരക്ഷിക്കൂ. നിങ്ങൾ മാതൃക കാണിച്ചു കൊടുക്കൂ. അത് ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്നതല്ല നിങ്ങളുടെ ശരിയായ രീതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. നിങ്ങൾ ഉപദ്രവങ്ങളെ നിർത്തുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടണമെന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ സ്നേഹമില്ലാതെ ഇതൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ കരുണയോടും ദയോടും കൂടി അവനെ സമീപിക്കുവാനും അവനെ സ്നേഹിക്കുവാനും അവനെ ആശുപത്രിയിലാക്കുവാനും അവനെ ഓർഫനേജുകളിലാക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനൊന്നും ആരും മെനക്കെടുകയില്ല. ഞാൻ തന്നെ എത്രയോ ആളുകൾക്ക് ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഈ കുപ്പയിൽ നിന്നെല്ലാം ഭക്ഷണം അവർ തപ്പിയെടുക്കുന്ന കാണുമ്പോൾ ഞാൻ ഉടനെ വണ്ടി തിരിച്ചു വന്നിട്ട് അവരെ അടുത്ത് ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണപ്പൊതി വാങ്ങി അവർക്ക് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ചെയ്തതിന്റെ പേരിൽ പറയുന്നൊന്നുമല്ല. അങ്ങനെ ചെയ്തു കാണിക്കൂ.
എന്നിട്ട് കുറ്റം പറയൂ, എന്നിട്ട് മതപ്രചരണമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുന്നത് നിർത്തൂ. എന്നിട്ട് നിങ്ങൾ വെളിച്ചമുള്ളവരായിട്ട് തീരൂ. നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരിക. ഇനി വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. ദൈവമേ, അങ്ങയുടെ നാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ കർത്താവെ, പിശാച് അങ്ങയുടെ ദാസന്മാരെ, അങ്ങയുടെ ദാസിമാരെ കർത്താവെ ഞെരുക്കുമ്പോൾ, കർത്താവെ കെണികളിൽ അകപ്പെടുത്തുമ്പോൾ, കർത്താവ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നന്മയ്ക്കായിട്ട് അവിടെ നിന്ന് മാറ്റും. അതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളെ വിദ്വേഷിക്കുന്ന, പകയ്ക്കുന്ന ആളുകളുടെ കണ്ണുകൾ തുറക്കുവാൻ തക്കോണം, അവർ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അറിയുവാൻ തക്കോണം പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങൾ ഇടപെടണമേ എന്ന് അടിയങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കിടന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.